ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമുക്ക് ചിലവ് കുറച്ച് വീട് എങ്ങനെ ചെയ്യാമെന്നും കട്ട്ലയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ജനലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ജനലിൻ്റെ ഏരിയ 3 പാളി അല്ലെങ്കിൽ 4 പാളി വരുന്ന ജനലിൻ്റെ ഏരിയ ആണ് ഈ വരുന്നത്. അതിൻ്റെ ഫ്രെയിം നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു രീതിയിലേക്ക് ആ 4 ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 20,000 രൂപ ഏറ്റവും കുറഞ്ഞത്, അല്ലെങ്കിൽ ഒരു 15,000 രൂപയെങ്കിലും ഒരു 3 പാളി ജനലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടക്കം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മളൊരു തീരുമാനം എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ കട്ടയും അതായത് പട്ട ഉപയോഗിച്ചിട്ടാണ് പട്ടയും കമ്പി ഉപയോഗിച്ചിട്ട് മാത്രം വെൽഡ് ചെയ്തിട്ട് ആ ഏരിയയിൽ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നു. അതായത് ജനലിനും പകരമായിട്ട് നമ്മൾ ആ ഏരിയകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന് മുന്നാണ് ഈ പറയുന്ന രീതിയിൽ നമ്മളിത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മരം നമ്മൾ മാക്സിമം ഉപേക്ഷിക്കുന്നു. മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏരിയകൾ കംപ്ലീറ്റ് ഉപേക്ഷിച്ചതിന് ശേഷം മരത്തിൻ്റെ അകത്ത് വരുന്ന ആ പിന്നും അതുപോലെ തന്നെ പട്ടയും ഉപയോഗിച്ചിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ ഗ്യാപ്പ് കുറത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം വെച്ചതിന് ശേഷം അകത്ത് പ്ലാസ്റ്റർ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും സേവിങ്സ് ആണ് നടക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓരോ ഫ്രെയിമിനും ജനലിൻ്റെ ഫ്രെയിമിനും ഒരു 15,000 രൂപ വെച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഏകദേശം നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന കമ്പികളെല്ലാം തന്നെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പുറത്ത് ഈ കാണുന്ന പോലെ തന്നെ സെയിം പട്ട തന്നെയാണ് അതിൻ്റെ അകത്തോട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം അകത്തേക്ക് കയറ്റിയാണ് ഇട്ടിരിക്കുന്നത്. സ്ട്രോങ്ങിന് യാതൊരു കുറവും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായി, ഇതിൻ്റെ ജനലിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ എങ്ങനെ പിടിപ്പിക്കാമെന്ന്. ഇതിൻ്റെ ജനലിൻ്റെ ഫ്രെയിം നമുക്ക് വേണമെങ്കിൽ ഏറ്റവും പുറമെ സൈഡുകളിൽ നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ രീതിയിലുള്ള ഡോറുകൾ നമുക്ക് സിമ്പിളായിട്ട് പിടിപ്പിക്കാം. സ്ലൈഡിങ് ടൈപ്പ് ഡോറുകൾ പിടിപ്പിക്കാം. അതിന് രണ്ടാമതൊരു ഗുണം കൂടിയുണ്ട്. ചില ഏരിയകളിൽ നമുക്ക് കാണാൻ സാധിക്കും കറക്റ്റ് സ്പേസ് ആയിരിക്കും ചിലപ്പോൾ വീടുകൾ പണിയുന്ന സമയത്ത്. അപ്പോൾ ജനലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊന്നും തുറക്കാനുള്ള സ്പേസ് പോലും ചില ഏരിയകളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഡോറുകളാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം. അതുമാത്രമല്ല, മറ്റ് ഡോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മരത്തിൻ്റെ ഡോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനൽ ഫ്രെയിമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ റേറ്റും കുറവാണ്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, സ്ലൈഡിങ് ഡോറോ ആയതുകൊണ്ട് തൂങ്ങിപ്പോകുന്ന ഒരു ഫീലിങ്സും വേണ്ട. നമ്മൾ സാധാരണ രീതിയിലുള്ള അലൂമിനിയത്തിൻ്റെ ഡോർ വയ്ക്കുന്ന സമയത്ത് തൂങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ സ്ലൈഡിങ് ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചാനൽ കൊടുത്തതിന് ശേഷം ചാനലിലൂടെയാണ് തള്ളി നീക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് എത്ര 3 ഡോർ വേണമെങ്കിൽ 3 ഡോർ കൊടുക്കാം, 2 ഡോർ വേണമെങ്കിൽ 2 ഡോർ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഏരിയകളെല്ലാം വരുന്നത് സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഏകദേശം ഒരു 3 പാളി ജനലുകളുടെ ഫ്രെയിമുകളാണ് വരുന്നത്. ഏകദേശം ഒരു 15,000 രൂപ വെച്ച് ചിലവ് വന്നാൽ തന്നെ അതിൽ നിന്നും മരത്തിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ആകെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ പിൻ, അതായത് ഉപയോഗിക്കുന്ന പട്ടയുടെ റേറ്റ് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. പട്ടയ്ക്ക് പിന്നെ ഒരുപാട് റേറ്റും കാര്യങ്ങളും വരുന്നില്ല. കാരണം ജനലിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മരത്തിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. പിന്നെ സ്ലൈഡിങ്ങിന് വരുന്ന സമയത്ത് ഡോറിനാണെങ്കിലും വലിയ റേറ്റും കാര്യങ്ങളും വരുന്നില്ല അലൂമിനിയത്തിൻ്റെ. മരത്തിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ റേറ്റ് കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളൊരു വീട് പണിയുന്ന സമയത്ത് വളരെ എക്സ്പെൻസ് കുറച്ച് അന്ന് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. അതുമാത്രമല്ല, നമ്മുടെ റൂമുകളിലാണെങ്കിലും ഹാളിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കറക്റ്റ് അളവിന് നമ്മുടെ ഇതുപോലെ തന്നെ ഫ്രെയിം ചെയ്തതിന് ശേഷം പട്ട ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് നമുക്ക് ഭിത്തിയുടെ ഉള്ളിൽ കയറ്റി വെച്ച് പരിക്കൻ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ ഒരു വീട്ടിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 30 ഏറ്റവും കുറഞ്ഞത് 30 ജനൽ ഫ്രെയിമെങ്കിലും വരുമെന്ന് വിചാരിക്കുക. ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജനലിൽ വെച്ചതിന് ശേഷം അകത്ത് നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ജനൽ ഫ്രെയിം വരുന്നു. അതെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, ഇത് അറിയ പോലും ഇല്ല, ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പോലും അറിയില്ല. നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയാണ്. കിച്ചണിൻ്റെ ഏരിയയിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡിങ് രീതിയിൽ ചെയ്യാം. കിച്ചൺ, വർക്ക് ഏരിയ, ഹാള്, അതുപോലെ തന്നെ ഏത് ഏരിയകളിൽ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ലൈഡിങ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ. അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പികൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓരോ കമ്പികൾ തമ്മിലുള്ള, അതായത് നമ്മൾ സാധാരണ ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ടിരിക്കുന്ന എല്ലാം തന്നെ നമ്മൾ 10 വരുന്ന 10 വരുന്ന നമ്മൾ വാർക്കിൽ ഉപയോഗിക്കുന്ന കമ്പി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പട്ട വരുന്ന ഫ്ലാറ്റ് പട്ടയാണ് വരുന്നത്. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഏറ്റവും കുറഞ്ഞത് 4 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 4 ഇഞ്ച് കൊടുക്കുന്നതാണ് ഉത്തമം. ഇനി അതല്ല നിങ്ങൾക്ക് എണ്ണം കൂട്ടണമെങ്കിൽ എണ്ണം കൂട്ടാം. അതായത് 4 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു 6 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പട്ടയുടെ എണ്ണം കുറയ്ക്കാം. പട്ടയുടെ
എണ്ണം കുറച്ച് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ജനൽ ഫ്രെയിമിൻ്റെ അകത്ത് മിനിമം 2 പട്ട വരാവുന്ന രീതിയിലാണ് കൊടുക്കാറ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വരുന്ന ഏകദേശം നമുക്ക് അത്യാവശ്യം ഒരു കുറച്ചുകൂടി കാണാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിത് 3 പട്ട, അത് ഏകദേശം ഒരു ജനൽ ഫ്രെയിമിൽ ഏകദേശം ഒരു 3 പട്ട വരാവുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഒരു ജനൽ ഫ്രെയിം ഉദ്ദേശിച്ച് ഏറ്റവും കുറഞ്ഞത് 50 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 50 സെൻറ്റിമീറ്ററിനുള്ളിൽ 3 പട്ട വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 3 പട്ട എന്ന് ഉദ്ദേശിച്ച് ഈ ക്രോസ് ചെയ്ത് പോരുന്നത്, അതായത് ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് 2 രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പട്ടകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അകലം കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളും വരുന്നില്ല. കാരണം സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ പട്ടകളെല്ലാം തന്നെ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് ആദ്യം തന്നെ തീരുമാനിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ പട്ട വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം കറക്റ്റ് മെഷർമെൻറ്റിൽ പിന്നെ പിടിപ്പിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓൾറെഡി ഇതെല്ലാം റെഡിമെയ്ഡ് സെറ്റ് ചെയ്ത് നമ്മൾ അളവ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ കല്ല് പണിയുന്ന സമയത്ത് വെക്കരുത്. തേപ്പിൻ്റെ സമയത്താണ് ഏറ്റവും നല്ലത്. കാരണം കല്ല് പണിയുന്ന സമയത്തോട്ട് നമ്മൾ വീട് നനച്ച് തുടങ്ങും. അപ്പോൾ മാക്സിമം നനകൾ കുറച്ചിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയും തുരുമ്പ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക്കും തുടങ്ങുന്ന സമയമുണ്ട്. പ്ലാസ്റ്റിക്കും തുടങ്ങുന്ന സമയം ഇനി പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടാണെങ്കിലും പ്രശ്നമില്ല. കാരണം ആ ഏരിയ മാത്രം പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടതിന് ശേഷം, അതായത് ജനലിൻ്റെ ഏരിയ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിടുക. ബാക്കി എല്ലാ പ്ലാസ്റ്റിക്കും കഴിഞ്ഞ് നനവ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു 1-2 ദിവസം മതി ഈ വർക്കൊന്ന് പൂർത്തിയാക്കാനായിട്ട്. നേരെ കൊണ്ടുവരിക, നമ്മുടെ ഈ പറയുന്ന ഫ്രെയിം കൊണ്ടുവന്നതിന് ശേഷം കറക്റ്റായിട്ട് ആ ഏരിയയിലേക്ക് വെക്കുക. കോൺക്രീറ്റ് സൈഡിൽ അതിൻ്റെ സൈഡിൽ 2 സൈഡുകളിലായിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ 2 സൈഡുകളിലായിട്ട് നമ്മൾ സാധാരണ മരത്തിൻ്റെ പോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും താഴെയായിട്ട് അകത്തേക്ക് കയറി കിടക്കുന്ന ഒരു 2-3 ഇഞ്ചിൻ്റെ പോർഷൻ ഉണ്ടാവും. അത് നമ്മൾ ഭിത്തിയുടെ അകത്ത് കയറ്റി വെച്ച് കോൺക്രീറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഏരിയ കറക്റ്റായിട്ട് പ്ലാസ്റ്റർ ചെയ്യുക. അപ്പോൾ അധികം നനയും കാര്യങ്ങളും വരുന്നില്ല. തുരുമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പെൻസ് കുറച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഒരു വീട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 ജനൽ ഫ്രെയിം ഉണ്ടെന്ന് വിചാരിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു ജനലിൻ്റെ ഫ്രെയിമും അത്യാവശ്യം ഫ്രെയിം മാത്രം തന്നെ ഏകദേശം ഒരു 1200-1300 ആ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ മരത്തിൻ്റെ സൈഡുകളുടെ ബീഡിങ് എല്ലാം കൂടി വരുമ്പോൾ ഒരു ഫ്രെയിമിന് ഏറ്റവും കുറഞ്ഞത് 2000 ആവറേജ് വരുമെന്ന് വിചാരിക്കുക. അപ്പോൾ 30 വെച്ച് നോക്കിയാൽ തന്നെ നല്ലൊരു എമൗണ്ടാണ്. അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നല്ല ഹൈ എമൗണ്ട് വരുന്ന ഇപ്പോൾ ഈ മരത്തിനാണെങ്കിലും ഹൈ എമൗണ്ടാണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ പുതിയ വീടുകളുടെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വീടുകളിലേക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഉപകരണങ്ങളും എന്തൊക്കെയാണ്, അതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ എന്ന ഫുൾ ഡീറ്റെയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോസ് നമുക്ക് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം.